ഹായ്, ജംബു ഹോസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ റൂട്ടറിനെ ലാനുമായിട്ട് എങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ലാൻ ഉണ്ടാക്കി ആ ലാനിനെ വേറൊരു ലാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് റൂട്ടറിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ റൂട്ടർ ഉപയോഗിച്ചിട്ട് ഒരു ലാനിനെ വേറൊരു ലാനുമായിട്ട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ, നമ്മുടെ ലാനിനെ റൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു റൂട്ടറിനെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ 2901 എന്ന് പറയുന്ന മോഡലിനെയാണ്. പക്ഷെ ഇതിൻ്റെ താഴെ റൂട്ടറിൻ്റെ പേരും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ലല്ലോ. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യാം, ഇത് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ഞാനൊരു 2901 വെച്ചു, പക്ഷെ ഇതിൻ്റെ മോഡൽ നമ്പറോ റൂട്ടറിൻ്റെ പേരോ ഒന്നും കാണിക്കുന്നില്ല ഇതിൽ. പ്രിഫറൻസിൽ പോയിട്ടേ, ഓപ്ഷൻസിൽ പ്രിഫറൻസിൽ പോയിട്ട് നിങ്ങളിവിടെ ഷോ ഡിവൈസ് നെയിം എന്ന് പറയുന്നൊരു ടിക്ക് കൊടുക്കുക, ഷോ ഡിവൈസ് മോഡൽ എന്നുള്ളതിന് ടിക്ക് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പേര് ഇവിടെ വരും. ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ രണ്ടും ഇവിടെ വന്നിട്ടുണ്ട്, കണ്ടോ. ഇനി നമുക്ക് ഈ റൂട്ടറിനെ നമ്മുടെ ലാനുമായിട്ട് ബന്ധിപ്പിക്കുന്നത് കാണിച്ചു തരാം. അപ്പം ഞാൻ ഈ എടുത്ത റൂട്ടറിന് എത്ര ലാൻ പോർട്ട് ഉണ്ട് നോക്കാം നമുക്ക്. ഈ റൂട്ടറിന് 2 ലാൻ പോർട്ട് ഉണ്ട്. ജിഗാബിറ്റ് 0/0 ജിഗാബിറ്റ് 0/1 2 ലാൻ പോർട്ട് ഉണ്ട്. 2 ലാനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന റൂട്ടറാണിത്. ഞാൻ ആദ്യം സ്വിച്ച് വെച്ചു, ഒരു ലാൻ ഉണ്ടാക്കാം. സ്വിച്ച് വെച്ചു. ഇനി പി സികൾ ഒരു 4 പി സി വെക്കണം. അപ്പോൾ ഞാൻ കൺട്രോൾ പ്രസ് ചെയ്തിട്ട് പി സിനെ സെലക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഓരോ വട്ടം ക്ലിക്ക് ചെയ്യുമ്പോഴും അവിടെ പി സികൾ വരും. അപ്പോൾ 4 പി സി വെച്ചു. അടുത്ത എന്താണ്, കേബിൾ, സ്ട്രൈറ്റ് ത്രൂ കേബിൾ എടുത്തു. കേബിൾ എടുത്തതിന് ശേഷം എൻ്റെ സ്വിച്ചിൽ നിന്ന് എങ്ങോട്ട് കണക്ട് ചെയ്യുകയാണ്, പി സിയിലോട്ട് കണക്ട് ചെയ്യുകയാണ്. നമ്മുടെ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ലാന്. ഇതിനൊക്കെ ഐ പി കൊടുക്കണം അല്ലേ. അപ്പോൾ സ്വിച്ചിൻ്റെ ഓരോരോ പോർട്ടുകൾ ഞാൻ യൂസ് ചെയ്യാണ്. ഇപ്പോൾ സ്വിച്ചിൻ്റെ 4 പോർട്ട്, ഫാസ്റ്റ് എത്തർനെറ്റ് 0/1 2 3 4 അങ്ങനെ 4 പോർട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, യൂസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പോർട്ട് നമ്പർ ഇത് കണ്ടോ, സ്വിച്ചിൻ്റെ 0/4 ആയിട്ടാണ്, അതേപോലെ തന്നെ 0/1 ആയിട്ട് ഇതിനെ കണക്ട് ചെയ്തിട്ടുണ്ട്, ഇതിനെ 0/2 ആയിട്ട്, ഇതിനെ 0/3. ഇങ്ങനെ ഇവിടെ നമ്പർ എഴുതി കാണിക്കുന്നില്ല എന്ന് വിചാരിക്കുക. അതും നിങ്ങൾ ഓപ്ഷൻസിൽ പ്രിഫറൻസ് എടുക്കുക. അതിൽ ഫോണ്ടിൽ പോയിട്ട്, ഫോണ്ടിലല്ല ഇൻ്റർഫേസിൽ തന്നെ ആൾവേസ് ഷോ പോർട്ട് ലേബൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടോ, ഇതിൽ ടിക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ ആ ലേബൽ പോകും. അപ്പോൾ നിങ്ങളവിടെ ടിക്ക് ഇട്ടാൽ മതി. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യാം. അപ്പം ഇത് ഈ 4 എണ്ണത്തിന് ഇപ്പോൾ ഐ പി കൊടുക്കാൻ പോകും. ഇതാണ് എൻ്റെ ലാന്. അപ്പോൾ നമുക്ക് ഐ പി സെറ്റ് ചെയ്യാം. അപ്പോൾ ഐ പി കൊടുക്കാൻ വേണ്ടിയിട്ട് പി സിയിൽ ക്ലിക്ക് ചെയ്യുക. പി സിയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡെസ്ക് ടോപ്പ് എടുത്തിട്ട് ഐ പി കോൺഫിഗറേഷൻ എടുക്കുക. ഇവിടെ നമുക്ക് ഐ പി, ഞാനിപ്പോൾ ഇവിടെ 10.0.0.1 ആണ് കൊടുക്കുന്നത്. സബ്നെറ്റ് മാസ്ക് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. അടുത്ത വി സി എടുത്തു. അടുത്ത വി സിക്ക് ഞാൻ 10.0.0.2 എന്ന് കൊടുക്കുകയാണ്. അടുത്ത വി സിക്ക് 10.0.0.3. അടുത്തതിന് 10.0.0.4. ഇപ്പൊ ഞാൻ ഈ 4 പി സികൾക്കും ഐ പി കൊടുത്തു. ഇപ്പൊ ഈ 4 പി സിയും ഒരു സ്വിച്ചുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കും. ഇപ്പൊ നമുക്ക് ഉദാഹരണമായിട്ട് ഈ പി സിയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കമന്റ് പ്രോംപ്റ്റ് എന്നുള്ളതിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ PING സ്പേസ് അടുത്ത സിസ്റ്റത്തിന്റെ ഐ പി 10.0.0.2. ഇപ്പൊ നമുക്ക് അവിടെ നിന്ന് റീപ്ലൈ വരുന്നതായിട്ട് കാണാൻ പറ്റും. 4 സാമ്പിൾ പാക്കറ്റുകൾ അയച്ചു, 4 അവിടെ റിസീവ് ആയിട്ടുണ്ട് എന്നുള്ളതും ഒരു ഡാറ്റയും ലോസ് ആയിട്ടില്ല. ഇങ്ങനെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇനി അടുത്തത് പിങ് സ്പേസ് 10.0.0.3 നോക്കാം. 3 പിങ് ആവുന്നുണ്ട്. അതേപോലെ 10.0.0.4 നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടാവും. അവിടെ നിന്ന് ഇങ്ങോട്ടും പിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് നടക്കുന്നുണ്ടാവും. ഇനി വേണമെങ്കിൽ 10.0.0.5 നോക്കാം. 5 എന്ന് പറയുന്ന ഒരു പി സി ഉണ്ടോ അതിൽ? ഇല്ല. അപ്പൊ അതിലോട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കില്ല. ബാക്കിയുള്ള 2 3 4 കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. ഇപ്പൊ റിക്വസ്റ്റ് ടൈം ഔട്ട് വന്നു. 4 എണ്ണം അയക്കുമ്പോഴും 4 ടൈം ഔട്ട് തന്നെയാണ് വരിക. ഇനി വേറെ അടുത്ത പി സിയിൽ കയറാം. 10.0.0.4 കയറിയിട്ട് ബാക്കിയുള്ളതിലോട്ടൊക്കെ പിങ് ആവുന്നുണ്ടോ നോക്കാം. പിങ് സ്പേസ് 10.0.0.1 അതിലോട്ട് പിങ് ആവുന്നുണ്ട്. അതേപോലെ 2 3 4 എന്താവുന്നുണ്ട്, പിങ് ആവുന്നുണ്ടാവും. ഇപ്പോൾ ഇത് ഒരു ലാൻ ആണ്.
ഈ ലാനിലെ എല്ലാ സിസ്റ്റങ്ങളും ഇപ്പോൾ പരസ്പരം കണക്ട് ചെയ്തിട്ടുണ്ട്, എല്ലാത്തിനും നമ്മൾ IP കൊടുത്തിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ റൂട്ടറിലോട്ട് നമ്മുടെ ഈ ലാനിനെ കണക്ട് ചെയ്യാൻ പോവാണ്. നമ്മുടെ ഈ റൂട്ടറിലോട്ട് ലാനിനെ കണക്ട് ചെയ്താലേ ഉള്ളൂ നമുക്കത് മറ്റ് നെറ്റ്വർക്കിലോട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റുക. അതെങ്ങനെയാണ് എന്ന് നോക്കാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ട? ആദ്യം നമ്മുടെ സ്വിച്ചിനെ നമ്മുടെ റൂട്ടറുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. സ്വിച്ചിനെ റൂട്ടറുമായിട്ട് കണക്ട് ചെയ്യണം. അപ്പൊ സ്വിച്ച് എന്ന് പറയുന്ന ഡിവൈസും റൂട്ടർ എന്ന് പറയുന്ന ഡിവൈസും വേറെ വേറെ ഡിവൈസ് അല്ലേ? അപ്പൊ നമ്മൾ ഉപയോഗിക്കേണ്ട കേബിൾ ഏതാണ്? സ്ട്രേറ്റ് ത്രൂ കേബിൾ തന്നെയാണ്. രണ്ടിന്റും ഒരേ കളർ കോഡിൽ ക്രിമ്പ് ചെയ്തിട്ടുള്ള സ്ട്രേറ്റ് ത്രൂ കേബിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്വിച്ചിനെയും റൂട്ടറിനെയും തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുക. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഇതിന്റെ പാക്കറ്റ് ട്രേസറിന്റെ ഏറ്റവും താഴെ പോയിട്ട് കേബിളിൽ പോയിട്ട് നമ്മുടെ സ്ട്രേറ്റ് ത്രൂ കേബിൾ എടുക്കുക. ഈ സ്ട്രേറ്റ് ത്രൂ കേബിൾ എടുത്ത് സെലക്ട് ചെയ്തതിന് ശേഷം നേരെ ഇത് കൊണ്ടുപോയിട്ട് സ്വിച്ചിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്വിച്ചിൽ നമ്മൾ ഉപയോഗിക്കാത്ത ബാക്കിയുള്ള എല്ലാ പോർട്ടുകളും നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ 0 ബാർ 1 ഇല്ല, 0 ബാർ 2 ഇല്ല, 3 ഇല്ല, 4 ഇല്ല. കാരണം എന്താ? ആ 4 പോർട്ടും ഞാൻ എന്തുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്? PC-കളുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് റൂട്ടറിന്റെ ഫാസ്റ്റ് ഇഥർനെറ്റ് അല്ലെങ്കിൽ ജിഗാബിറ്റ് ഇഥർനെറ്റ്, ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ജിഗാബിറ്റ് ഇഥർനെറ്റ് 0 ബാർ 1 ആണ് എടുക്കുന്നത്. അപ്പൊ അത് സെലക്ട് ചെയ്തിട്ട് നേരെ റൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുക. റൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ റൂട്ടറിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ റൂട്ടറിന്റെ 2 ലാൻ പോർട്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. 0 ബാർ 0യും 0 ബാർ 1ഉം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അതിൽ നമുക്ക് ഏത് പോർട്ട് വേണമെങ്കിലും റൂട്ടറിൻ്റെോട്ട് കണക്ട് ചെയ്യാം. 0 ബാർ 0യിൽ തന്നെ കണക്ട് ചെയ്യണമെന്നില്ല. അല്ലെങ്കിൽ ഞാൻ സ്വിച്ചിന്റെ അവിടെ 0 ബാർ 1 എടുത്തത് കൊണ്ട് റൂട്ടറിന്റെ 0 ബാർ 1ലോട്ട് കണക്ട് ചെയ്യണം, അങ്ങനെയൊന്നുമില്ല. റൂട്ടറിന്റെ ഏതെങ്കിലും ഒരു ലാൻ പോർട്ടുമായിട്ട് കണക്ട് ചെയ്താൽ മതി. ഞാനിവിടെ 0 ബാർ 0 ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഇപ്പൊ റൂട്ടർ സ്വിച്ചുമായിട്ട് കേബിൾ ഉപയോഗിച്ചിട്ട് ഫിസിക്കലായിട്ട് നമ്മൾ കണക്ട് ചെയ്തു. ഇങ്ങനെ ഫിസിക്കലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ അല്ല, കമ്മ്യൂണിക്കേഷൻ നടക്കില്ല. ഇനി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ റൂട്ടറിന്റെ 0 ബാർ 0 ആയിട്ടല്ലേ കണക്ട് ചെയ്തിരിക്കുന്നത്. റൂട്ടറിന്റെ 0 ബാർ 0 എന്ന് പറയുന്ന ഇന്റർഫേസിനെ, ആ ഒരു പോർട്ടിനെ നിങ്ങൾ IP അഡ്രസ് സെറ്റ് ചെയ്യണം. സ്വിച്ചിന് IP അഡ്രസ് കൊടുക്കേണ്ട ആവശ്യമില്ല. PC-ക്ക് നമ്മൾ IP അഡ്രസ് കൊടുത്തിട്ടുണ്ട്. റൂട്ടറിന്റെ 0 ബാർ 0 ആയിട്ടാണ് നമ്മൾ നമ്മുടെ ലാനിനെ കണക്ട് ചെയ്തത്. അതുകൊണ്ട് റൂട്ടറിന്റെ 0 ബാർ 0 ആയിട്ട് ഞാൻ IP സെറ്റ് ചെയ്യണം. അപ്പൊ റൂട്ടറിനെ ഇന്റർഫേസുകൾക്കാണ് IP സെറ്റ് ചെയ്യേണ്ടത്, അല്ല റൂട്ടറിന് ഒരു IP അല്ല. റൂട്ടറിന്റെ ഏതൊക്കെ ഇന്റർഫേസുമായിട്ട് നമ്മൾ നെറ്റ്വർക്കിനെ കണക്ട് ചെയ്തിട്ടുണ്ടോ ആ ഇന്റർഫേസുകൾക്കാണ് നമ്മൾ IP കൊടുക്കേണ്ടത്. അപ്പോ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് 0 ബാർ 0നെ IP സെറ്റ് ചെയ്യാം. അപ്പൊ റൂട്ടറിനെ ആദ്യം ആക്സസ് ചെയ്യണം അല്ലേ? അപ്പോൾ റൂട്ടറിൽ പാക്കറ്റ് ട്രേസർ ആയതുകൊണ്ട് റൂട്ടറിൽ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് CLA എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു. ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ബ്ലാക്ക് ആക്കിയിട്ട് ഫോണ്ട് വൈറ്റ് ആക്കിയിട്ട് ഫോണ്ട് സൈസ് ഒന്ന് കൂട്ടാം. പ്രിഫറൻസിൽ പോയി ഓരോ വട്ടം കൂട്ടണ്ട കേട്ടോ, ഞാൻ വേറെ വേറെ ഡിവൈസിൽ ഇരുന്ന് റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് മാറ്റേണ്ട വന്നത്. ഞാൻ ഈ നേരത്തെ ചെയ്ത ഇതിലല്ല ഇപ്പൊ ചെയ്യണത്, അതുകൊണ്ടാണ്. ഞാൻ റൂട്ടറിനെ കുറച്ച് ഇങ്ങോട്ട് വെക്കാം. ഓക്കെ, റൂട്ടറിൽ ക്ലിക്ക് ചെയ്തു. അതിൻ്റെ ഇനീഷ്യൽ കോൺഫിഗറേഷൻ ബോക്സ് ഫസ്റ്റ് വന്നു. ഞാനിവിടെ നോ എന്നൊക്കെ കൊടുത്തു. പാസ്വേഡും കാര്യങ്ങളും ഞാനിപ്പോൾ കൊടുക്കുന്നില്ല, അതൊക്കെ കൊടുത്തു വെക്കാൻ വേണമെങ്കിൽ ഇപ്പോൾ എനേബിൾ അടിച്ചു. കോൺഫിഗർ ടെർമിനലിൽ പോയി ഹോസ്റ്റ് നെയിം ഞാൻ R1 ആക്കി. ഒന്ന് വെറുതെ ഒന്ന് പേരൊന്ന് മാറ്റിയതാണ്. സേവ് ചെയ്തു, Ctrl+Z WR. ഇനി റൂട്ടറിന്റെ ഏത് പോർട്ടിനാണ് കൊടുക്കേണ്ടത്? 0 ബാർ 0 ആയിട്ട്. ഞാൻ ഇപ്പോൾ ഷോ ഇന്റർഫേസസ് അടിച്ചപ്പോൾ ഇന്റർഫേസിന്റെ മൊത്തം ഡീറ്റെയിൽസ് വരും. ഷോ ഇന്റർഫേസസ് ബ്രീഫ് എന്ന് പറയുന്ന കമന്റ് കൊടുത്താൽ അത് നമുക്ക് ഷോ ഇന്റർഫേസസ് ബ്രീഫ്, ഷോ IP ഇന്റർഫേസ് ബ്രീഫ് അടിച്ചപ്പോൾ ആ റൂട്ടറിന്റെ 2 പോർട്ടിന്റെ ഡീറ്റെയിൽസ് ഇവിടെ വന്നു. IPയും കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. നമ്മുടെ റൂട്ടറിന്റെ ജിഗാബിറ്റ് ഇഥർനെറ്റ് 0 ബാർ 0 ആയിട്ടാണ് നമ്മുടെ ലാനിനെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ ജിഗാബിറ്റ് ഇഥർനെറ്റ് 0 ബാർ 0യ്ക്കാണ് നമ്മൾ IP കൊടുക്കേണ്ടത്. എങ്ങനെയാണ്? റൂട്ടറിന്റെ
ഇന്റർഫേസുകൾക്ക് IP സെറ്റ് ചെയ്യുന്നത് എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ആദ്യം നമ്മൾ റൂട്ടറിന്റെ ഗ്ലോബൽ കോൺഫിഗറേഷൻ മോഡിലോട്ട് കയറുക. അതിനു വേണ്ടിയിട്ട് ഞാൻ കോൺഫിഗർ ടെർമിനൽ അടിച്ച് എൻ്റർ കൊടുത്ത് റൂട്ടറിന്റെ ഗ്ലോബൽ കോൺഫിഗറേഷൻ മോഡിലാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത്. എനിക്ക് ഏത് ഇന്റർഫേസിനാണ് IP കൊടുക്കാനുള്ളത്? ഇന്റർഫേസ് ജിഗാബിറ്റ് എതർനെറ്റ് 0/0ക്കാണ് ഞാൻ IP കൊടുക്കാനുള്ളത്. അപ്പൊ ഞാൻ ടൈപ്പ് ചെയ്യേണ്ടത് ഇന്റർഫേസ്. ഇന്റർ എന്നടിച്ച് ടാബ് അമർത്തുമ്പോൾ തന്നെ ഇന്റർഫേസ് എന്ന് വന്നു. ഇന്റർഫേസ് ജിഗാബിറ്റ് എതർനെറ്റ്. അപ്പൊ GIG അമർത്തി ടാബ് അമർത്തുമ്പോൾ ജിഗാബിറ്റ് എതർനെറ്റ് എന്ന് വരും. ഇനി ഫാസ്റ്റ് ഇതർനെറ്റ് ആണെങ്കിൽ FA എന്ന് ടൈപ്പ് ചെയ്തിട്ട് ടാബ് അമർത്തുമ്പോൾ ഫാസ്റ്റ് ഇതർനെറ്റ് എന്ന് വരും. ഇപ്പൊ FA എന്ന് അടിച്ച് ടാബ് അമർത്തുമ്പോൾ തന്നെ ഫാസ്റ്റ് ഇതർനെറ്റ് എന്ന് വരും. പക്ഷെ ഞാൻ എൻ്റെ റൂട്ടറിന്റെ ഫാസ്റ്റ് ഇതർനെറ്റ് പോർട്ട് എൻ്റെ റൂട്ടറിന് ഇല്ല. എൻ്റെ റൂട്ടറിനാകെ ജിഗാബിറ്റ് എതർനെറ്റ് പോർട്ട് 2 ഉള്ളത്. അതിൽ ജിഗാബിറ്റ് എതർനെറ്റ് 0/0 ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ജിഗാബിറ്റ് എതർനെറ്റ് എന്ന് കൊടുത്തു. 0/0 സ്പേസിന് ശേഷം 0/0 എന്താ? ഇന്റർഫേസിന്റെ നമ്പർ ആണ്. ഞാൻ ഇപ്പൊ 0/1 കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ഞാനിവിടെ 0/1 എന്നാ കൊടുക്കണ്ടേ? ഇപ്പൊ ഞാൻ 0/0 ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്റർഫേസ് ജിഗാബിറ്റ് എതർനെറ്റ് 0/0 എന്ന് കൊടുത്തു, എൻ്റർ കൊടുത്തു. ഇപ്പൊ ഞാൻ ഇരിക്കുന്നത് സബ് കോൺഫിഗറേഷൻ മോഡിലാണ്. നോക്കിയേ, കോൺഫിഗ് എന്നിട്ടിട്ട് ഹൈഫൺ ഇട്ടിട്ട് ഈഫ്, അങ്ങനത്തെ മോഡിനെ സബ് കോൺഫിഗറേഷൻ മോഡ് എന്നാ പറയാ. എന്ന് വെച്ചാൽ ഒരു ഇന്റർഫേസ് കോൺഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഇന്റർഫേസിന്റെ അകത്താണ് നമ്മൾ ഇരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഇരിക്കുന്ന ഇന്റർഫേസ് ഏത് ഇന്റർഫേസിന്റെ അകത്താണ് ഞാൻ ഇരിക്കുന്നത്? ഞാൻ ഇരിക്കുന്ന ഇന്റർഫേസ് ജിഗാബിറ്റ് എതർനെറ്റ് 0/0 അകത്താണ് ഇരിക്കുന്നത്. ഇനി അടുത്ത കമന്റ്, IP സ്പേസ് അഡ്രസ്. ADD അടിച്ച് ടാബ് അമർത്തുമ്പോൾ തന്നെ അഡ്രസ് എന്നുള്ളത് ഫുൾ ആയിട്ട് വരും. അപ്പൊ IP സ്പേസ് അഡ്രസ്, ഞാൻ അതിന് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന IP, എൻ്റെ ലാനിന്റെ IP എത്രയാ? 10.0.1, 10.0.2, 10.0.3, 10.0.4 ആണല്ലോ. അതേ റേഞ്ചിൽ വരുന്ന ഒരു IP അഡ്രസ് വേണം നമ്മൾ ആ റൂട്ടറിന്റെ ഇന്റർഫേസിന് കൊടുക്കാനായിട്ട്. അപ്പൊ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന IP എന്ന് പറയുന്നത് 10.0.0.10 ആണ്. ആ IP നമ്മുടെ നെറ്റ്വർക്കിൽ എവിടെയും യൂസ് ചെയ്തിട്ടുണ്ടാവരുത്. ഞാൻ എൻ്റെ നെറ്റ്വർക്കിൽ ആ ഒരു IP എവിടെയും യൂസ് ചെയ്തിട്ടില്ല. കാരണം 10.0.1, 2, 3, 4 മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. 10.0.10 ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? 10.0.10 എന്ന് പറയുന്നത് റൂട്ടറിന് കൊടുക്കാൻ ഉപയോഗിച്ചു. സ്പേസ് അത് ക്ലാസ് A ആണ്. അതിന്റെ സബ്നെറ്റ് മാസ്ക് 255.0.0.0. ഇതാണ് കമന്റ്. ആദ്യം നമ്മൾ ഇന്റർഫേസിൽ കയറി. ഇന്റർഫേസിൽ കയറിയതിനു ശേഷം IP സ്പേസ് അഡ്രസ് സ്പേസ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന IP സ്പേസ് അതിന്റെ സബ്നെറ്റ് മാസ്ക് നമ്മൾ കൊടുത്തു. എൻ്റർ കൊടുക്കുക. കഴിഞ്ഞിട്ടില്ല. റൂട്ടറിന്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ റൂട്ടറിന്റെ ഒരു സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് ഇപ്പൊ ഞാൻ റൂട്ടറിൽ നിന്ന് സ്വിച്ചിലോട്ട് ജിഗാബിറ്റ് എതർനെറ്റ് 0ൽ നിന്ന് സ്വിച്ചിന്റെ ജിഗാബിറ്റ് എതർനെറ്റ് 0/1 കണക്ട് ചെയ്തിരിക്കുന്നത്. ആ ഒരു പോർട്ട് ഓഫ് സ്റ്റേറ്റിലായിരിക്കും. എന്ന് വെച്ചാൽ ആ ഒരു പോർട്ട് അവിടെ ഉണ്ടെങ്കിൽ പോലും അത് ഓൺ ആയിരിക്കില്ല. ഷട്ട് ഡൗൺ എന്ന് പറയുന്ന സ്റ്റേറ്റിലായിരിക്കും ഇപ്പൊ ജിഗാബിറ്റ് 0/0 കൊടുക്കുന്നത്. ഞാനിപ്പോ IP കൊടുത്തില്ലേ, ഇപ്പൊ സേവ് ചെയ്തു എന്ന് വിചാരിക്കുക. IP ഒക്കെ ആ പോർട്ട് എടുത്തിട്ടുണ്ടാവും, പക്ഷെ ആ പോർട്ട് ഓഫ് ആയിരിക്കും. എന്ന് വെച്ചാൽ സ്വിച്ചുമായിട്ടുള്ള കണക്ഷൻ ഓൺ ആയിട്ടുണ്ടാവില്ല. റൂട്ടറിന്റെ എല്ലാ പോർട്ടും ഓഫ് ആയിരിക്കും ഓൾറെഡി ഉള്ളപ്പോൾ. അപ്പൊ നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ ആ പോർട്ട് ഓൺ ആക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ആ പോർട്ട് ഷട്ട് ഡൗൺ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് അതിന് ഓൺ ആക്കാൻ വേണ്ടിയിട്ട് നോ സ്പേസ് ഷട്ട് ഡൗൺ എന്ന് കൊടുക്കുക. അപ്പോഴാണ് ആ പോർട്ട് ഓൺ ആകുക. നിങ്ങൾ നോ സ്പേസ് ഷട്ട് ഡൗൺ അടിക്കാതെ ഇവിടുന്ന് സേവ് ചെയ്തു എന്ന് വെക്കുക. നിങ്ങൾ കൊടുത്തിരിക്കുന്ന IP റൂട്ടർ എടുത്തിട്ടുണ്ടാവും, പക്ഷെ എന്ത് സംഭവിക്കും? എന്താ സംഭവിക്കുക? ആ പോർട്ട് ഓൺ ആയിട്ടുണ്ടാവില്ല. അപ്പൊ ആ പോർട്ട് ഓൺ ആക്കാൻ വേണ്ടിയിട്ടുള്ള കമന്റ് ആണ് നോ സ്പേസ് ഷട്ട് ഡൗൺ എന്ന് പറയുന്ന കമന്റ്. ഷട്ട് ഡൗൺ, എൻ്റർ കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ 2 മെസ്സേജ് ഇങ്ങനെ കയറി വരും ഇതിൽ. ഈ മെസ്സേജുകൾക്ക് സിസ്ലോഗ് മെസ്സേജ് എന്നാ വിളിക്കുക. സിസ്ലോഗ് മെസ്സേജിനെ കുറിച്ച് ഒരു ടോപ്പിക് പഠിക്കാനുണ്ട്. ഈ സിസ്ലോഗ് മെസ്സേജിൽ എന്താ ഉള്ളത്? മെസ്സേജിലെ നോട്ടിഫിക്കേഷൻ ഉള്ളത് ജിഗാബിറ്റ് എതർനെറ്റ് 0/0 എന്ന് പറയുന്ന പോർട്ട് അപ്പായി.
അതിന്റെ പ്രോട്ടോകോൾ ആ പോർട്ട് അതിന്റെ അടുത്തതായിട്ട് അതിന്റെ പ്രോട്ടോകോളിന്റെ ഒരു സിസ്ലോഗ് മെസ്സേജും കൂടെ വന്നു. അതും അപ്പായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജാണ് വന്നിരിക്കുന്നത്. നോക്കിയേ, ആ പോർട്ടിന്റെ ഇപ്പോൾ ഇവിടെ ഗ്രീന് കത്തിയില്ലേ? നിങ്ങൾ ഒറിജിനൽ റൂട്ടർ ആണെങ്കിൽ ആ റൂട്ടറിന്റെ സൈഡിൽ LED ഉണ്ടാവും, അപ്പോഴായിരിക്കും LED കത്തുക. സ്വിച്ചിന് പിന്നെ അങ്ങനെ പോർട്ടുകൾ ഓൺ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്വിച്ചിന്റെ ഓൾറെഡി എല്ലാ പോർട്ടുകളും ഓൺ ആയിരിക്കും. അതുകൊണ്ടാണ് സ്വിച്ചിൽ നിന്ന് ഞാൻ PC റൂട്ട് കണക്ട് ചെയ്തപ്പോൾ ഞാൻ സ്വിച്ചിൽ പോയിട്ട് പോർട്ട് ഓൺ ആക്കേണ്ടെന്ന് ആവശ്യം വന്നില്ല. ഓരോ പോർട്ടുകളും ഓൺ ആക്കേണ്ട ആവശ്യം വന്നില്ല. റൂട്ടറിനാണ് ഈ നോ സ്പേസ് ഷട്ട് ഡൗൺ എന്ന് പറയുന്ന കമന്റ് കൊടുക്കേണ്ടത്. എൻ്റർ കൊടുത്തു. സേവ് ചെയ്യണ്ടേ? നേരെ തിരിച്ച് പ്രിവിലേജ് മോഡിലോട്ട് വന്നു. Ctrl+Z അമർത്തി WR ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുത്തു. ഇനി ഷോ IP ഇന്റർഫേസ് ബ്രീഫ്. ഇപ്പൊ നോക്കിയേ, ആ ഒരു ഇന്റർഫേസിനെ നമ്മൾ കൊടുത്തിരിക്കുന്ന IP വന്നു, അത് ഓണായി എന്ന് വന്നു അല്ലേ? ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ റൂട്ടറിനെ നമ്മുടെ ലാനുമായിട്ട് നമ്മൾ ബന്ധിപ്പിച്ചു അല്ലേ? ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന IP ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെക്കാം, 10.0.0.10 ആണ്. ഇനി നമ്മുടെ ഈ ഒരു PC-കള് മറ്റ് നെറ്റ്വർക്കുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ലേ? ഇപ്പൊ ഇവിടെ വേറൊരു നെറ്റ്വർക്ക് ഉണ്ട് നോക്കുക. അപ്പൊ ആ റൂട്ടറിനെ ഞാൻ ഈ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്തു. അപ്പൊ നമ്മുടെ PC മറ്റ് നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യാവില്ലേ? മറ്റ് നെറ്റ്വർക്കുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ലേ? അപ്പോ അത് ഏത് വഴിയാ പോവാ? ഈ ഒരു PC ഇങ്ങനെ സഞ്ചരിച്ച് റൂട്ടറിലെത്തി റൂട്ടർ വഴിയാണ് മറ്റ് നെറ്റ്വർക്കിലോട്ട് പോവുക അല്ലെ? അപ്പോ നമ്മൾ ഈ റൂട്ടറിന് ഇവിടെ കൊടുത്തിരിക്കുന്ന IP ഉണ്ടല്ലോ, ഈ റൂട്ടറിന്റെ ജിഗാബിറ്റ് 0/0 നിന്നാണ് ആ ലാൻ തുടങ്ങുന്നത്. ഇതാണ് ആ ലാൻ. അപ്പൊ നമ്മൾ ഈ PC-കളുടെ എല്ലാം ഗേറ്റ് വേ എന്ന് പറയുന്ന കോളത്തിൽ കൊടുക്കേണ്ട IP ആണ് 10.0.0.10. അതാണ് ഇതിന്റെ ഗേറ്റ് വേ. അപ്പൊ നമ്മളിത് തുറന്നിട്ട് IP കോൺഫിഗറേഷനിൽ പോയിട്ട് ഇവിടെ ഗേറ്റ് വേ ഉള്ളതിന്റെ അവിടെ എന്ത് കൊടുക്കുക? 10.0.0.10 കൊടുക്കുക. അടുത്തത് ഇതിനും എന്ത് കൊടുക്കുക? 10.0.0.10 എന്നുള്ളത് ഗേറ്റ് വേ കൊടുക്കുക. എല്ലാ PC-കളുടെയും ഗേറ്റ് വേ എന്തായിരിക്കും? 10.0.0.10 എന്നുള്ളതായിരിക്കും. ഇതിനും കൊടുക്കുക. അപ്പൊ ഗേറ്റ് വേയും സെറ്റ് ചെയ്തു. ഇനി നമുക്ക് അടുത്തൊരു ലാൻ ഉണ്ടാക്കാം. ഈ റൂട്ടറിന് എന്തായാലും 2 ലാൻ പോർട്ട് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ അടുത്തൊരു ലാൻ ഉണ്ടാക്കാൻ പോവാണ്. സ്വിച്ച് വെച്ചു. എൻ്റെ റൂട്ടറിൻ്റെ സ്വിച്ചിനെ എൻ്റെ ലാനുമായിട്ട് ഞാൻ എന്ത് ചെയ്യുവാണ്? കണക്ട് ചെയ്യുവാണ്. ഇനി എൻ്റെ PC-കൾക്കൊക്കെ ഞാൻ IP കൊടുക്കുകയാണ്. ഞാൻ ഇവിടെ കൊടുക്കുന്ന IP 20 എന്ന് പറയുന്ന റേഞ്ചാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കാം. 20 അല്ലെങ്കിൽ ഇപ്പോൾ 192, 168, 10.1 അതാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് 192, 168, 10.2 കൊടുക്കുകയാണ്. അടുത്തത് 192, 168, 10.3. എന്നിട്ട് ടാബ് അമർത്തിയാൽ ഓട്ടോമാറ്റിക് ആയിട്ട് സബ്നെറ്റ് മാസ്കിന്റെ കോളം അവിടെ ഫുൾ ആവും. അടുത്തത് 192, 168, 10.4. ഈ 4 PC-കൾ തമ്മിൽ ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ പിങ് സ്പേസ് 192, 168, 10.2 ഉണ്ടോ? 10.2 കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ 10.3 കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. 10.4 കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. ഇനി നമുക്ക് എന്ത് ചെയ്യണ്ടേ? നമ്മുടെ റൂട്ടറിന് എന്തായാലും 2 ലാൻ പോർട്ട് ഉണ്ട്. ജിഗാബിറ്റ് 0/0 ഉണ്ട്, 0/1 ഉണ്ട് അല്ലേ? ഞാനിപ്പോൾ ഇതിനെ 0/1 ഈ ഒരു സ്വിച്ചിനെ കൂടെ കണക്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ നേരെ കേബിൾ എടുത്തു, സ്വിച്ചിന്റെ 0/2 എടുത്തു, ജിഗാബിറ്റ് 0/2 എടുത്തിട്ട് റൂട്ടറിന്റെ ജിഗാബിറ്റ് 0/1 കണക്ട് ചെയ്തു. ഇപ്പൊ ആ പോർട്ട് ഓഫാണ് അല്ലേ? ഇതിന് ഇനി IP കൊടുക്കണം എന്ന് പറഞ്ഞു. ഇതിന് കൊടുക്കേണ്ട IP ജിഗാബിറ്റ് പറഞ്ഞിട്ട് 0/1 കൊടുക്കേണ്ട IP ഏതാ? നമ്മുടെ ലാനിന്റെ IP 192, 168, 10.1, 10.2, 10.3, 10.4 അല്ലേ? അതേ റേഞ്ചിൽ വരുന്നൊരു IP വേണം നമ്മൾ ആ റൂട്ടറിന്റെ ഇന്റർഫേസ് കൊടുക്കാൻ. അപ്പൊ ഞാനിവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന IP ഇവിടെ എഴുതി വെക്കാം. 192, 168, 10. ഇഷ്ടമുള്ളത് കൊടുക്കാം. ഞാൻ അപ്പോൾ 20 എന്ന് കൊടുക്കണം. അപ്പൊ എങ്ങനെ കൊടുക്കുക നോക്കാം. നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെ. റൂട്ടറിൽ പോയതിനു ശേഷം ഞാൻ കുറച്ചും കൊണ്ട് നീക്കി വെക്കാം. അപ്പം നിങ്ങൾക്ക് കാണാൻ എളുപ്പമായിരിക്കും. ഓക്കെ, ഇപ്പോൾ ആ പോർട്ട് ഓഫാണ്. ഞാൻ നേരെ റൂട്ടറിൽ പോയതിനു ശേഷം റൂട്ടറിൻ്റെ കോൺഫിഗർ ടെർമിനൽ എടുത്തു. ഇൻ്റർഫേസ്
ജിഗാബിറ്റ് 0/1. അപ്പോൾ അതിൻ്റെ സബ് കോൺഫിഗറേഷൻ മോഡിലോട്ട് പോയി IP സ്പേസ് അഡ്രസ് 192.168.10.20. ഞാൻ എൻ്റർ കൊടുത്തപ്പോൾ ഇൻകംപ്ലീറ്റ് കമൻറ്റ് വന്നത് എന്താ? ഞാൻ ആ കമൻറ്റ് ഫുള്ളായിട്ട് അടിച്ചില്ലായിരുന്നു. സബ്നെറ്റ് മാസ്ക് കൊടുക്കണ്ടേ? ക്ലാസ് C ആണ്. അപ്പോൾ 3,255 0 കൊടുത്തു, എൻ്റർ കൊടുത്തു. ഞാൻ നോ സ്പേസ് ഷട്ട് ഡൗൺ അടിക്കാതെ സേവ് ചെയ്യാണ്. Ctrl+Z WR അടിച്ചു സേവ് ചെയ്തു. ഇനി ഷോ IP ഇന്റർഫേസ് ബ്രീഫ് എന്ന് അടിച്ചാൽ IP എടുത്തിട്ടുണ്ട് എന്ന് വരും. ഇവിടെ ഇതാ IP എടുത്തിട്ടുണ്ട്. പക്ഷേ പ്രോട്ടോകോൾ പ്രകാരം അഡ്മിനിസ്ട്രേറ്റീവിൽ അത് ഡൗൺ ആണ്. ആ പോർട്ട് ഓൺ അല്ല. കാരണം നമ്മൾ നോ സ്പേസ് ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞ കമന്റ് കൊടുത്തിരുന്നോ? ഇല്ലല്ലോ. അതുകൊണ്ടാണ് അത് ഓൺ ആവാത്തത്. അപ്പൊ ആ കമന്റിന് കൊടുക്കണ്ടേ? ആ കമന്റിന് കൊടുക്കാൻ പോകുമ്പോൾ എങ്ങനെ കൊടുക്കണ്ടേ? നേരെ കോൺഫിഗർ ടെർമിനലിൽ പോവാ. ഇന്റർഫേസ് ജിഗാബിറ്റ് 0/1 IP ഓൾറെഡി അവിടെ കൊടുത്തു വെച്ചിട്ടുണ്ട് അല്ലേ? നമ്മൾ വിട്ടുപോയ കമന്റ് ഏതാ? നോ സ്പേസ് ഷട്ട് ഡൗൺ. അപ്പൊ അത് മാത്രം ഇന്റർഫേസിൽ കയറി കൊടുത്തു, സേവ് ചെയ്തു. അപ്പൊ ആ പോർട്ട് അപ്പായി. ഇനി ഇതിന്റെ ഒക്കെ ഗേറ്റ് വേ ഏതാ വരിക? ഈ PC കളുടെ എല്ലാം ഗേറ്റ് വേ 10.20 വരിക അല്ലെ? ജസ്റ്റ് ക്ലിക്ക് ചെയ്തു, ഇവിടെ പോയി ഇവിടെ നമുക്ക് 192.168.10.20. അടുത്തത് ഇതിന് 192.168.10.20. അങ്ങനെ എല്ലാത്തിനും അതേ IP കൊടുക്കുക. അതാണ് ഗേറ്റ് വേ അല്ലെ? ഗേറ്റ് വേ എന്താന്ന് ഞാൻ തൊട്ട് മുമ്പത്തെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാത്തത്. ഇതൊരു സാമ്പിൾ നെറ്റ്വർക്ക് ഉണ്ടാക്കി കാണിച്ചു തരുവാണ് കേട്ടോ, നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നോക്കിയേ, ഈ ലാൻ എന്ന് പറഞ്ഞാൽ ഈ ലാൻ ഏതാണ്? 192.168.10 എന്ന് പറയുന്ന ലാനും ഈ കിടക്കുന്ന ലാൻ ഏതാണ്? 10 എന്ന് പറയുന്ന ക്ലാസ് Aയിൽ കിടക്കുന്ന ഒരു ലാനുമാണ്. ഇവർ തമ്മിൽ നമ്മൾ റൂട്ടർ വഴി ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു ലാനും ഒരു റൂട്ടറിലോട്ടാണ് കണക്ട് ആയിരിക്കുന്നത് അല്ലേ? ഈ ഒരു റൂട്ടറിലോട്ട് കണക്ട് ആയി ഇവർ തമ്മിൽ ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ നടക്കും. നമുക്ക് പിങ് ചെയ്ത് നോക്കാൻ വേണമെങ്കിൽ ഇതിൽ പോയിട്ട് കമന്റ് പ്രോംപ്റ്റിൽ എടുത്തതിന് ശേഷം പിങ് സ്പേസ് 10.0.0.2 ഓൾറെഡി പിങ് ആവും, കാരണം അത് സ്വന്തം ലാനാണ്. പക്ഷെ തൊട്ടപ്പുറത്തെ നെറ്റ്വർക്കിന്റെ കാര്യം നോക്കാം നമുക്ക്. പിങ് സ്പേസ് 192.168.10.1 നോക്കാം. 10.1 എന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്തെ ലാനാണ്. ആ ലാനിലോട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടോ എന്ന് നോക്കാം. നോക്കി, ഫസ്റ്റത്തെ ഒരു പാക്കറ്റ് ടൈം ഔട്ട് വന്നു, പക്ഷെ പിന്നെ അടിക്കുമ്പോൾ നോക്കി ഇപ്പൊ കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. 10.2 നടക്കുന്നുണ്ട്. അങ്ങനെ എല്ലാത്തിലോട്ടും നടക്കും. 10 അവിടുന്ന് ഇങ്ങോട്ടും നടക്കും, ഇവിടുന്ന് അങ്ങോട്ടും എന്ത് ചെയ്യും? കമ്മ്യൂണിക്കേഷൻ നടക്കും. കാരണം ഈ രണ്ട് ലാനുകളെ നമ്മളൊരു റൂട്ടറുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ലാനിനെ റൂട്ടറുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം.